ഹായ്, ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. ഞാൻ വേറൊരു ചാനലിൽ കണ്ടതാണ്. കണ്ടപ്പം 2 വാക്ക് പറയണം തോന്നി. ആദ്യം നമുക്ക് വീഡിയോ കാണാം. പണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു മുണ്ടിപ്പറിച്ചില അല്ലെങ്കിൽ ചൊല്ലിപ്പറിച്ചിലെങ്കിലും ഉണ്ടായിരുന്നു. ഇപ്പൊ അതും കുറഞ്ഞു. ഇപ്പൊ വെറും മൂളലും മുക്കലും ഒക്കെ. വീഡിയോ കണ്ടല്ലോ. ഇതിൻ്റെ തുടക്കം കണ്ടപ്പോൾ നിങ്ങൾ എന്താ വിചാരിച്ചത്? കുതിര പുറത്ത് പോകുന്നു. ഞാൻ അങ്ങനെ വിചാരിച്ചു. ഇങ്ങനെ കുതിര ഇങ്ങനെ ചടി ചടി ചടി. പിന്നെ ഊതും കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എന്തൊരു ഊത്തായിരിക്കുന്നു. അതിനുശേഷം അതിൻ്റെ ഫ്രണ്ടിലുള്ള ആൾക്കാരെയും കൂടെ കാണിച്ചപ്പോൾ, സദസ്സ് കാണിച്ചപ്പോൾ സംഗതി മനസ്സിലായി, എന്തോ പ്രാർത്ഥനയാണ്. ഇങ്ങനെ ചാടി ചാടി ഫു 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 ഊതുന്നതാണോ പ്രാർത്ഥന? എത്ര ആൾക്കാരാണ് അവിടെ തടിച്ചുകൂടി നിൽക്കുന്നതല്ലേ? എണ്ണം കണക്കാക്കാനൊന്നും എനിക്ക് പറ്റിയില്ല. എത്രയോ ആയിക്കോട്ടെ, ഇവർക്കൊന്നും വേറെ പണിയില്ലേ? ഞാൻ ഈ ദിക്റിനെയും മജ്ലിസിനെയും ഒന്നും പരിഹസിക്കല്ല. അത് നമ്മൾ ചെയ്യാനും പാടില്ല. എന്നാലും എല്ലാത്തിനും ഒരു ഇതില്ലേ? എന്തെങ്കിലും ഒന്ന് മര്യാദയ്ക്ക് പറയണ്ടേ? ദിക്റുകളല്ലേ? ഈ സമുദായത്തിനെയും ഈ ആചാരങ്ങളെയും മറ്റുള്ളവർ പരിഹസിക്കുന്നത് വെറുതെ അല്ല. എന്തായി കാണിച്ചു വെച്ചിരിക്കുന്നത്? ഒരു ഉസ്താദ് ഇരുന്ന് ഇങ്ങനെ കുതിരപ്പുറത്ത് ചാടണ വരി ചാടുന്ന ഫു 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 ഊതുന്നു. അവിടെ എന്താ ചെല്ലുന്നത്? മര്യാദയ്ക്ക് ദിക്റ് പറഞ്ഞ്, ദിക്റ് ചൊല്ലി പറഞ്ഞ്, അതിൻ്റെ കൂടെ ആമീൻ പറഞ്ഞ് ഒരദബും അച്ചടക്കവും തെക്കുവയും ഒക്കെയുള്ള മജ്ലിസാണ് വേണ്ടത്. അല്ലാതെ ഇതുപോലെയുള്ള കോപ്രായങ്ങളും പ്രഹസനങ്ങളും അല്ല. ഇങ്ങനെയുള്ളത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറയുക വേണം. എന്തോരം ദിക്റിൻ്റെ മജ്ലിസുണ്ട്. അതിനെ ആരെയും നമ്മൾ എതിർക്കുന്നുമില്ല, കുറ്റം പറയുന്നുമില്ല. പക്ഷേ ഈ മാതിരി കോപ്രായങ്ങൾ കാണുമ്പം 2 വാക്കെങ്കിലും ഇമ്മാതിരി കോപ്രായങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഓർക്കം വരില്ല. ഇങ്ങക്കിത് കാണുമ്പോൾ എന്താ തോന്നുന്നത്? ദയവ് ചെയ്ത് ഞാനിത് പറഞ്ഞതിന് ആരും എന്നെ തെറി വിളിക്കാൻ വരരുത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്തരം മജ്ലിസുകൾ താല്പര്യം ഉണ്ടെങ്കിൽ പോവാം. പക്ഷേ ഈ തരം കോപ്രായങ്ങളോട് ഞാൻ വ്യക്തിപരമായിട്ട് യോജിക്കുന്നില്ല. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടങ്ങളോ അനിഷ്ടങ്ങളോ എതിരഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ.